വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ടോണിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. 21,734.05 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 21,700 എന്നൊരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വിപണി അല്ലെങ്കിൽ നിഫ്റ്റി ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഇന്നത്തെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും യൂണിയൻ ബഡ്ജറ്റ് ഇപ്പോൾ അല്പസമയത്തിന് അകം അവതരിപ്പിക്കാനിരിക്കുക. എന്തൊക്കെയാണ് സാർ ഇന്നത്തെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്? So till around 11 o'clock, 11:30, 12 മണി വരെ ഇന്ന് നമ്മൾ വളരെ കോഷ്യസ് സ്റ്റാൻസ് ആയിരിക്കും എടുക്കേണ്ടത്. നിഫ്റ്റി 50യുടെ കേസിൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 21,800 പോയിന്റ്സ്. ആ ഒരു റെസിസ്റ്റൻസ് ഒരു 12 മണി 1 മണിക്ക് ശേഷം ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് മോഡിലോട്ട് പോകുന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 21,400 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കണം. ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് വരുന്ന സമയത്ത് ഒരു നെഗറ്റീവ്, അതായത് ഫ്ലാറ്റ് ടു നെഗറ്റീവ് പ്രവണതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. 45,946 എന്ന റേഞ്ചിലാണ് നിലവിൽ ബാങ്ക് നിഫ്റ്റി പോകുന്നത്. തുടക്കത്തിൽ കാണിച്ചിരുന്ന ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്ന ട്രെൻഡിൽ നിന്നും ഇപ്പോൾ കൈവിടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും HDFC ബാങ്കിനൊക്കെ തന്നെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ട്രെൻഡിൽ വ്യാപാരം ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം ഓഹരികളെ സംബന്ധിച്ചും ഒരു ഇടിവിലേക്ക് പോകുന്ന ഒരു പ്രവണത തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? So Nifty Bank in the case, the short-term trend and the long-term trend at the moment sideways to bearish ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമ്മൾ ഇന്ന് മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 46,800 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് തിരിച്ച് ബുള്ളിഷ്നെസ്സിലോട്ട് പോകുന്നു എന്ന് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. സാർ, ഇന്നിപ്പോൾ സൂചികളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് വളരെ മികച്ചൊരു പ്രകടനം നടത്തുന്നത് നിഫ്റ്റി ഓട്ടോ തന്നെയാണ്. നിഫ്റ്റി ഓട്ടോ വ്യാപാരം ആരംഭിച്ച് ഏകദേശം 0.9% നേട്ടത്തിലാണ്. നിഫ്റ്റി ഓട്ടോയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽസിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഇതില് നമുക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി മാരുതി സുസുക്കി സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒത്തിരി കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടിട്ടുണ്ട്. ആൻഡ് ദ ട്രെൻഡ് ഇസ് ജസ്റ്റ് റിവേഴ്സിംഗ്, ട്രെൻഡ് ഇസ് ജസ്റ്റ് ബിക്കമിങ് ബുള്ളിഷ്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ഒപ്പം തന്നെ ഇന്നിപ്പോൾ നേരത്തെ മാർക്കറ്റ് പ്ലസിൽ പ്രദീപ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ പേടിഎമ്മിന്റെ ഓഹരികൾ ഇപ്പോൾ ഒരു ലോവർ സർക്യൂട്ടിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി 609 എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. പേടിഎമ്മിനെ സംബന്ധിച്ച് നിലവിലുള്ള പൊസിഷൻ എക്സിറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ? എക്സിറ്റ് ചെയ്തേ പറ്റൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിഎമ്മിലെ ഈ ലെവൽസിൽ നിന്നും വീണ്ടും നമുക്കൊരു സെല്ലിംഗ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ പേടിഎമ്മിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മേജർ സപ്പോർട്ട് എനിക്ക് കാണാനും സാധിക്കുന്നില്ല. സാർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ചാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ബജാജ് ഓട്ടോയുമായി ബന്ധപ്പെട്ടിട്ടാണ് സാറിനോട് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ ബജാജ് ഓട്ടോ വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഒരു പുതിയ 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 7,709.2 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ബജാജ് ഓട്ടോയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആക്ച്വലി അതൊരു 52 വീക്ക് ഹൈ അല്ല, ഇറ്റ് ഇസ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. സോ ഈ ഒരു സ്റ്റോക്കില് അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ബട്ട് ഓൺലി തിങ് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ ഇന്ന് കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരിയൊരു നേട്ടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ സെയിൽസിലും ഒപ്പം തന്നെ പ്രോഫിറ്റിലും ഒക്കെ തന്നെ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സെയിൽസിൽ 36% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഗ്രോസ് മാർജിനിലും നല്ല തോതിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്താൻ ഈ ക്വാർട്ടറിൽ കല്യാൺ ജ്വല്ലേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 1.5% ഒരു നേട്ടത്തിലാണ് കല്യാൺ ജ്വല്ലേഴ്സ് മുന്നോട്ട് പോകുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഈ
ഈ വർഷത്തെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ അത്ര തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു സ്റ്റാൻസ് എന്താണ്? സോ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കല്യാൺ ജ്വല്ലേഴ്സിലെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു പോസിറ്റീവ്നെസ് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് ലെവൽ 341 രൂപയായിരിക്കും. 341 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യണം. സ്റ്റോക്കിൽ തിരിച്ച് ഒരു ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരണമെങ്കിൽ 301 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിഫ്റ്റി ഓട്ടോടൊപ്പം തന്നെ ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു മേഖല എന്ന നിഫ്റ്റി FMCG ആണ്. നിലവിൽ ഏകദേശം 0.5% നേട്ടം നൽകാൻ നിഫ്റ്റി FMCGക്ക് സാധിക്കുന്നുണ്ട്. FMCGയിൽ തന്നെ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ സർവകാല ഉയരത്തിലേക്കാണ് ഓഹരി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 8.09% നേട്ടത്തിൽ 1258.35 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഹൈ നോക്കുകയാണെങ്കിൽ 1278 എന്നൊരു റേഞ്ച് വരെ ടച്ച് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിട്ടുമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കമ്പനി പാദഫലം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. മറ്റ് FMCG കമ്പനികളെ അപേക്ഷിച്ചിട്ട് കമ്പാരിറ്റീവ്ലി ഒരു മെച്ചപ്പെട്ട പ്രകടനം, വലിയ ഒരു പ്രകടനമെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ പ്രകടനം തന്നെയാണ് ഗോദ്രേജ് കൺസ്യൂമേഴ്സ് നടത്തിയിരിക്കുന്നത്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ് ആൻഡ് ഇന്ന് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് അനില പറഞ്ഞതുപോലെ അത് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഇനി ഒരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡാബറിന്റെയും കൂടി കാര്യം ചോദിക്കേണ്ടതുണ്ട്. കമ്പനിയെ സംബന്ധിച്ചും ഇന്നത്തെ വിപണിയിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 4% ഒരു നേട്ടത്തിലാണ് ഡാബർ ഇന്ത്യ ട്രേഡിംഗ് നടത്തുന്നത്. ഡാബർ ഇന്ത്യയും തങ്ങളുടെ റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഡാബർ ഇന്ത്യയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഡാബർ ഇന്ത്യയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും ഇപ്പൊ കാണുന്നില്ല. വി ഹാവ് ടു ഓൺലി വെയിറ്റ്. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ അദാനി കമ്പനികളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദാനി പോർട്സിലും അതിനോടൊപ്പം അദാനി ഗ്രീൻ എനർജിയിലും ഇപ്പോൾ നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അദാനി പോർട്സ് 1.44% നേട്ടം രേഖപ്പെടുത്തുമ്പോൾ അദാനി ഗ്രീൻ എനർജി 1.71% നേട്ടവുമാണ് രേഖപ്പെടുത്തുന്നത്. മറ്റുള്ള അദാനി ഓഹരികളെ അപേക്ഷിച്ചിട്ട് കമ്പാരിറ്റീവ്ലി മെച്ചപ്പെട്ട ഗുണം തന്നെയാണ് ഇന്നിപ്പോൾ അദാനിയുടെ ഈ കമ്പനികൾ നടത്തുന്നത്. അദാനിയുടെ ഈ ഓഹരികളുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? അതിനോടൊപ്പം തന്നെ ഈ ഓഹരികളിൽ സാറ് വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഓൾമോസ്റ്റ് എല്ലാ അഡാനി സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാലും അതിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അഡാനി ഗ്രീനിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1760 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ഈ ഷോർട്ട് ടേം സൈഡ് വേസ് ട്രെൻഡിൽ നിന്നും പുതിയൊരു ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് ലഭിക്കത്തുള്ളൂ. സോ വി ഷുഡ് വെയിറ്റ് ടിൽ സ്റ്റോക്ക് ബ്രേക്സ് 1760. അഡാനി പോർട്ടിന്റെ കേസിൽ അതിന്റെ അടുത്ത് കാണാൻ സാധിച്ച ഒരു ഓൾ ടൈം ഹൈ ലെവല് നമുക്ക് 1230 രൂപയ്ക്ക് അടുത്തായിരുന്നു. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അഡാനി പോർട്ടിലെ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ ശ്രീ സിമന്റിനെ സംബന്ധിച്ച് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ശ്രീ സിമന്റ് നിലവിൽ 5.2% ഒരു മുന്നേറ്റത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ ശ്രീ സിമന്റിനെ സംബന്ധിച്ച് ഡിസംബർ ക്വാർട്ടറിൽ നല്ല നമ്പേഴ്സ് തന്നെയാണ് ശ്രീ സിമന്റ് റിലീസ് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റിൽ 2 മടങ്ങ് വർധനവൊക്കെ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീ സിമന്റിന് സാധിച്ചിട്ടുണ്ട്. ശ്രീ സിമന്റിനോടൊപ്പം തന്നെ സിമന്റ് സെക്ടറിനെ സംബന്ധിച്ചും ഇന്നത്തെ വിപണിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? ശ്രീ സിമന്റിലുള്ള സാറിന്റെ വ്യൂ എന്താണ്? ശ്രീ സിമന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ആൻഡ് സ്റ്റോക്ക് ഐ തിങ്ക് ഇസ് നൗ ബ്രേക്കിംഗ് ഇൻ ടു 52-week ഹൈ. സ്റ്റോക്കിന്റെ കേസിൽ അടുത്ത മേജർ 2-3 റെസിസ്റ്റൻസ്, ആദ്യത്തെ 30,000 രൂപ, അതിനെ തുടർന്ന് 31,200, അവസാനമായിട്ട് അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ 32,000 രൂപയിലോ ആയിരിക്കും.
സർ അതിനോടൊപ്പം തന്നെ ബാങ്കിങ് മേഖല ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ റിവ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ 0.86% നേട്ടത്തിൽ 140.15 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ രേഖപ്പെടുത്തിയ പുതിയ 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 141.4 എന്നൊരു റേഞ്ചിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? So Bank of India is actually a turnaround stock. കഴിഞ്ഞ 4-5 വർഷത്തിനിടെ കനത്ത സെൽ ഓഫ് നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം നല്ല നേട്ടം നൽകിയിട്ടുണ്ട്. 85 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിന്റെ ഒരു ബോട്ടം ലെവൽ. ആൻഡ് ഇപ്പോഴത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്ക് അറൌണ്ട് 140 റുപ്പീസ് ട്രേഡിംഗ് നടത്തി വരുന്നത്. നമുക്കൊരു പ്യുവർ ഷോർട്ട് ടേം ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് നിന്ന് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ സ്റ്റോക്കിൽ 142 രൂപ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രേഡിംഗ് അവസരം ലഭിക്കും. ഒപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ ഐ ടി സൂചികയിലെ പല കമ്പനികൾക്കും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഇൻഫോസിസിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഫ്ലാറ്റ് ആയിട്ട് 1662 രൂപ എന്ന റേഞ്ചിലാണ് ഇൻഫോസിസിന്റെ ഓഹരികൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇൻഫിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു ഔട്ട്ലുക്ക് എന്താണ്? സോ ഇൻഫോസിസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫോസിസിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 1700 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബി ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് 100 റുപ്പീസിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ അതിനോടൊപ്പം തന്നെ ടാറ്റ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ടാറ്റ ടെക്നോളജി സംബന്ധിച്ച് പറയുക വിപണിയിലേക്ക് എത്തിയിട്ട് ഏകദേശം 2 മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ആ വിപണിയിൽ എത്തിയപ്പോൾ വലിയ തരത്തിൽ ഒരു നിക്ഷേപകർക്ക് പ്രിയമുള്ള ഒരു ഓഹരിയായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷറാണ് നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. 0.54% 1105.45 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോങ് ടേമിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഓഹരിയാണോ ടാറ്റ ടെക്നോളജീസ്? ഈ ഒരു ലോവർ ടൈമിൽ നമുക്ക് ഈ ഒരു ഓഹരിയുടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ടാറ്റ ടെക്നോളജി നമുക്ക് ലോങ് ടേമിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലോട്ട് വാങ്ങിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെ ടാറ്റ ടെക്നോളജി. ബട്ട് ടാറ്റ ടെക്നോളജിയിൽ ഈ സെല്ലിംഗ് പ്രഷർ അവസാനിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നില്ല. ട്രെൻഡ് ഇസ് സ്റ്റിൽ ബെയറിഷ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു ബോട്ടം വരുന്നത് വരെ ലെറ്റ് us just stay away and let us wait. ഒപ്പം തന്നെ ഇന്നിപ്പോൾ മിഡ് ക്യാപ് സ്പേസിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും മിഡ് ക്യാപ് സ്പേസിൽ ജുബിലിയൻ ഫുഡ് എന്നിപ്പോൾ 4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജുബിലിയൻ ഫുഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവരുടെ ഡിസംബർ ക്വാർട്ടർ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ ജുബിലിയൻ ഫുഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ജുബിലിയൻ ഫുഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഫുഡിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. അതിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് സ്റ്റോക്ക് ഇന്ന് 500 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. സർ അതിനോടൊപ്പം തന്നെ മിഡ് ക്യാപ് സ്പേസിൽ മറ്റൊരു ഓഹരി തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. തൻല പ്ലാറ്റ്ഫോം നിലവിൽ വളരെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 0.13% ഇടിവിൽ 1028.9 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ജൂലൈ 24 രേഖപ്പെടുത്തിയ 1317.95 എന്നൊരു റേഞ്ചാണ്. ഓഹരിയുടെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിലും ഡിസംബറിന് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നെങ്കിൽ പോലും വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് കാണാൻ സാധിക്കുന്നത്. തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? തൻല പ്ലാറ്റ്ഫോംസ് കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ കനത്തിങ് നേരിട്ടിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ഓൾറെഡി ടേമിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 975 രൂപയുടെ സപ്പോർട്ടായിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്.
ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത 2-3 സെഷനിൽ ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രം വിലയിരുത്തുക. അങ്ങനെ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു സെല്ലിംഗ് അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് എനർജി സെഗ്മെന്റ് എന്നുള്ള ടാറ്റ പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ടാറ്റ പവർ ഇന്നിപ്പോൾ ഒരു പുതിയ 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 395.25 എന്ന റേഞ്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിലവിൽ 0.94% നേട്ടത്തോടു കൂടി 393.4 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടാറ്റ പവറുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ വിലയിരുത്തൽ എന്താണ്? പവറിന്റെ കേസിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് എങ്കിലും ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡിൽ 358 രൂപ നമുക്ക് സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഏഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. ഏഞ്ചൽ വൺ നിലവിൽ 0.16% നേട്ടത്തിൽ 3290.55 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ റേഞ്ച് നോക്കുകയാണെങ്കിൽ ജാനുവരി 9 രേഖപ്പെടുത്തിയ 3896 എന്നൊരു റേഞ്ചാണ്. അതിനുശേഷം ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏഞ്ചൽ വണ്ണുമായി ബന്ധപ്പെട്ട് ലോങ് ടേമിലേക്കുള്ള സാറിൻ്റെ വിലയിരുത്തൽ എന്താണ്? Angel One in the long-term trend continues to be very, very bullish. But നമ്മൾ ഈ ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം വി സോ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ്, ഹെവി സെല്ലിംഗ്. ആ ഒരു സെൽ ഓഫ് നടക്കുന്ന സമയത്ത് 2800 രൂപയിൽ പുതിയൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിന് ഈ ഹൈ ലെവൽസിൽ അഗെയിൻ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3550 മുതൽ 3700 രൂപ ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. സർ, അടുത്തായിട്ട് ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. റെയിൽവേ സെഗ്മെന്റിലേക്കാണ് ഒരുപാട് നിക്ഷേപകർ വളരെയധികം കീനായിട്ട് വാച്ച് ചെയ്യുന്നത്. ഭൂരിഭാഗം റെയിൽവേ ഓഹരികളിലും നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ IRCTCയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ 0.76% നേട്ടത്തിൽ 984.6 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. IRCTCയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? അതിനോടൊപ്പം തന്നെ റെയിൽവേ മേഖലയിൽ ഇന്ന് സർ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഓഹരികളുണ്ടോ? റെയിൽവേ സെക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എൻറ്റയർ റെയിൽവേ സ്റ്റോക്സിന്റെ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയി കണ്ടിന്യൂ ചെയ്യുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിനിടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റോക്സിലും കനത്ത സെൽ ഓഫ് കണ്ടിരുന്നു. ആൻഡ് ദർ ഇസ് ഇൻക്രീസ്ഡ് വോളറ്റിലിറ്റി. സോ റെയിൽവേ സ്റ്റോക്സിൽ നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. IRCTCയുടെ കേസിൽ 1000 രൂപ ഇസ് ദ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ്. 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1060 രൂപയായിരിക്കും. സ്റ്റോക്കിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ 920 രൂപ. റെയിൽ ടെല്ലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ റെയിൽ ടെല്ലിന്റെ മേജർ റെസിസ്റ്റൻസ് 460 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. RVNLന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 330 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. അതിനുശേഷം 342 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. IRFCയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ IRFCക്ക് അതിന്റെ ഓൾ ടൈം ഹൈ ലെവൽ അറൌണ്ട് 195 രൂപയ്ക്ക് അതിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇർക്കോണിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആദ്യത്തെ 260, അതിനെ തുടർന്ന് അതിന്റെ ഓൾ ടൈം ഹൈ ലെവൽ 280 രൂപയിൽ. യെസ് സർ, പതിവ് പോലെ താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുൻപ് ഇന്നത്തെ വിപണിയിൽ താങ്കൾ ഏതെങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? അറ്റ് ദ മൊമെന്റ് പ്രത്യേകിച്ച് ഒരു സ്റ്റോക്കും പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ എം ഓൾസോ കീൻലി വാച്ചിങ് ദ ബഡ്ജറ്റ് വന്നതിന് ശേഷം മാത്രമേ ഒരു പുതിയ വ്യൂ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ എടുക്കാൻ പോകും.